മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം മെയ് 12-ന് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ തേക്കടിയിൽ അന്തർ സംസ്ഥാന യോഗം ചേർന്നു. മംഗളാദേവിയിൽ എത്തുന്ന ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് വിവിധ വകുപ്പ് മേധാവികളുടെ അവലോകന യോഗം വിലയിരുത്തി. പരിസ്ഥിതി സൗഹൃദമായി ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാലനയുടെ സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികാരികൾ വ്യക്തമാക്കി. രാവിലെ 6 മുതലാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. വൈകിട്ട് 5-ന് ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കുകയില്ല. ഭക്തരിൽ നിന്ന് യാതൊരുവിധ തുകയും ഈടാക്കാൻ അനുവദിക്കില്ല. RTO നിഷ്കർഷിക്കുന്ന തുകയായിരിക്കും ട്രിപ്പ് വാഹനങ്ങൾക്ക് ഭക്തരിൽ നിന്നും ഈടാക്കാൻ അനുവദിക്കുക. കേരളത്തിനും തമിഴ്നാടിനും 3 വീതം പൊങ്കാലകൾ അനുവദിക്കും. 18,000 മുതൽ 20,000 വരെ ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. கடந்த சில வருடங்களாக சில காரியங்கள் செஞ்சுட்டு ஸோ பக்தர்களோட பாதுகாப்பு அவரோட வசதிகளை செஞ்சு கொடுக்குறது இம்பார்ட்டன்ஸ் கொடுக்குது. கடந்த வருஷம் செய்தது വളരെ சிறப்பாகவும் செய்யணும். இந்த வருஷம் இன்னும் கொஞ்சம் சஜஷன்ஸ் அது நம்ம ஆல்சோ டிஸ்ட்ரிக்ட் லெவலில் மீட்டிங் கன்வீன் செய்து அதில் முடிவுகள் എല്ലാവർക്കും കറക്റ്റാവുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് RTO പാസ് നൽകും. കുമ്മളി ചെക്ക് പോസ്റ്റ് സമീപം മെയ് 7, 8, 9 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 4 വരെയാണ് ഇരു സംസ്ഥാനങ്ങളുടെയും RTOയുടെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധിച്ച് പാസ് അനുവദിക്കുക. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സ്റ്റിക്കർ വാഹനത്തിൽ പതിപ്പിക്കണം. കുമ്മളി ബസ് സ്റ്റാൻഡ്, അമലാംബിക സ്കൂൾ, കൊക്കരക്കണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തി വാഹനങ്ങൾ പരിശോധിക്കും. കൂടുതൽ ടോയ്ലറ്റ് സൗകര്യവും സജ്ജമാക്കും. മലയാളത്തിനും തമിഴിലും ദിശാസൂചന ബോർഡുകൾക്ക് പുറമെ അനൗൺസ്മെന്റും നടത്തും. ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി, തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഇടുക്കി വിഷൻ, കുമളി.